നമസ്കാരം. ഒരു ദിവസം 100-ലധികം ഫോൺ കോളുകളാണ് എനിക്ക് വരുന്നത്. അത് പലവിധ ആവശ്യങ്ങളാണ് ഓരോ കോളുകളിലും ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ ഏറ്റവും കുറഞ്ഞ ഒരു 15 കോളെങ്കിലും സുരക്ഷിതമായ താമസ സൗകര്യം അല്ലെങ്കിൽ തുടർന്നുള്ള ജീവിതം സുരക്ഷിതമാക്കാൻ ആഗ്രഹിച്ച് വയോജനങ്ങളായ ആളുകൾ വിളിക്കുന്നതാണ്. ഗവൺമെൻറ് സർവീസിലൊക്കെ റിട്ടയർ ചെയ്ത ശേഷം മക്കളോടൊപ്പം ജീവിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യത്തിലാണ് വിളിക്കുന്നത്. മറ്റു ചിലർ തങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെ മക്കൾക്കും ചെറുമക്കൾക്കൊക്കെ ആയിട്ട് എഴുതി കൊടുത്ത ശേഷം അവരുടെ ജീവിതം അവരോടൊപ്പം ജീവിക്കാൻ അവരുമായി സ്വരച്ചേർച്ചയില്ലാതെ ഒറ്റപ്പെടലെന്ന ഒരു അനുഭവത്തിലൂടെയാണ് വിളിക്കുന്നത്. ചിലരാണെങ്കിൽ മക്കൾക്കൊപ്പം ജീവിക്കുന്നത്, മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൂടെ ജീവിക്കുകയും ഒടുവിൽ അവർ വിവാഹിതരൊക്കെ ആയി കഴിഞ്ഞാൽ യാതൊരുവിധ പിന്തുണയും അവരിൽ നിന്ന് ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോവുകയാണ്. ചിലരെ വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്നു, മറ്റ് വീടുകളിൽ ചെന്ന് അഭയം തേടുന്നു, സുഹൃത്തുക്കളുടെ അടുത്ത് തേടുന്നു. ഇങ്ങനെ വളരെ ഗൗരവകരമായൊരവസ്ഥ ഇന്ന് നമ്മുടെ കേരളത്തിൽ കണ്ടുവരികയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 10-ലധികം അമ്മമാരെ മഹാത്മാ ജനസേവന കേന്ദ്രം ഏറ്റെടുത്തിട്ടുണ്ട്. അതിലേറെയും മക്കളുള്ള അല്ലെങ്കിൽ ബന്ധുക്കളുള്ള ആളുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ 9 മക്കളുള്ള ഒരു അമ്മയെ ഏറ്റെടുത്ത് പത്രങ്ങളിലും ചാനലിലും ഒക്കെ വലിയ വാർത്തകളായി നിൽക്കുന്ന സമയത്ത് തന്നെ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 3 മക്കളുള്ള ഒരു അമ്മ ഉപേക്ഷിക്കപ്പെട്ടു. അതിൻ്റെ അടുത്ത ദിവസം വഴിയിലൊരു അമ്മയെ അങ്ങനെ കാണുവാനിടയായി. എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്വാർത്ഥത, മനുഷ്യൻ്റെ സ്വാർത്ഥത, മാതാപിതാക്കൾ ഒരുതരം ഭാരമാവുക, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും സ്വരച്ചേർച്ചയില്ലാതാവുക, കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കുക, ഇതൊക്കെയാണ് ഇതിന് കാരണമാകുന്നത്. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് രക്തബന്ധത്തെയും മാതൃത്വത്തെയും ഒക്കെ വഴിയിലേക്ക് ഉപേക്ഷിക്കുന്ന അനുഭവം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ അടൂർ മഹാത്മയിൽ തന്നെയാണ് മുൻപൊരിക്കൽ ഒരമ്മയെ വഴിയിൽ കൊണ്ട് കളഞ്ഞ ശേഷം മകൻ പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞത്, ഒരു വഴിയിലൊരു അമ്മ നിൽക്കുന്നു, ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന്. ഒടുവിൽ ഈ മകനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്ന സാഹചര്യം വരെ മഹാത്മയിലൊന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാ അമ്മയെ കോടതി ഇടപെട്ട് അമ്മയെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നാണെങ്കിലും ഇതൊരു വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഇനി ജീവിച്ചു വരുന്ന ഓരോ അച്ഛനമ്മമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പം മറ്റു രാജ്യങ്ങളാണെങ്കിൽ അവിടെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ സ്വയം പര്യാപ്തമാക്കുകയാണ്. അവരൊരു 12 വയസ്സ് മുതൽ 15 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് സ്വയം വരുമാനമുണ്ടാക്കുകയും ജീവിതമാർഗം കണ്ടെത്തുകയും അതിനുള്ള സാഹചര്യങ്ങൾ, അവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ സർക്കാർ ഇതര കമ്പനികൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 14 വയസ്സ് വരെ ജോലി ചെയ്യാനുള്ള അവകാശമില്ല കുട്ടികൾക്ക്. അതിനുശേഷവും നമ്മൾ അവരെ ജോലി പ്രാക്ടീസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അവരെ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. വിദ്യാഭ്യാസം ആവശ്യമാണ്, വിദ്യാഭ്യാസം വേണം. പക്ഷേ വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിൽ പഠിപ്പിക്കുന്നില്ല, ജീവിതമാർഗ്ഗങ്ങൾ നമ്മളവരെ പഠിപ്പിക്കുന്നില്ല. ഇത് മുഖാന്തരം എങ്ങനെയെങ്കിലും 10-22 വയസ്സാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് ജോലിക്ക് ശ്രമിക്കുകയും ജോലി കിട്ടാതാവുകയും പിന്നെ വിദേശങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ വീടുകൾ ഒറ്റപ്പെടുന്നു എന്നുള്ളത് വലിയ വിഷമം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അവർക്ക് ജീവിക്കാനുള്ള വരുമാനത്തിന് വേണ്ടി ഭ്രാന്തമായ ഓട്ടമാണ്. ഇതിനിടയിൽ സംഭവിക്കുന്നത് അപ്പോൾ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്താം, അല്ലെങ്കിൽ മാതാപിതാക്കളെ ഒഴിവാക്കളെ അവർ കണ്ടെത്തുന്ന ജീവിതത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ പോകുന്ന കാളവണ്ടി യുഗത്തിലെ മാതാപിതാക്കളെ കൂടെ ചേർക്കാൻ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ കഴിയാതെ വരുന്നത് ഒരു കുറ്റമല്ല. നമ്മൾ നമ്മുടെ സമ്പ്രദായങ്ങളെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. നാം ഈ കാലത്തിനനുസൃതമായി സഞ്ചരിക്കാത്തത് കൊണ്ടാണ് മാതാപിതാക്കൾ വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, മക്കളോടുള്ള അധികമായ സ്നേഹനിമിത്തം തങ്ങളുടെ വരുമാനം മുഴുവൻ ചെലവഴിച്ച് മക്കളെ പഠിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുകയും മറ്റും ചെയ്ത് തങ്ങളുടെ പൂർവികർ തങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുവകകൾ മക്കളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഉപയോഗശൂന്യമായ മാതാപിതാക്കളെ, വരുമാനമില്ലാത്ത മാതാപിതാക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന മക്കളുടെ കാലവും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ അമ്പലങ്ങളിൽ കൊണ്ട് കളയുവാൻ, ഇപ്പോൾ അമ്പലങ്ങളൊന്നുമില്ല. ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു അഗതി മന്ദിരത്തിൻ്റെ ലൊക്കേഷനിൽ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിച്ചു ഇപ്പോൾ പോലീസ് സംസാരിക്കാൻ കഴിയാത്ത അമ്മയെ, മിണ്ടാൻ കഴിയാത്ത അമ്മയെ, തടർന്ന് കിടപ്പായ അമ്മയെ ഒക്കെ കൊണ്ട് വഴി കളഞ്ഞിച്ചു പോകുമ്പോൾ എന്താ ചെയ്യുക? മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും അവരെ എടുത്തു കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന ഒരു ദൗത്യം കേരളത്തിലെ NGOകൾ ചെയ്തു വരികയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ, ഒന്ന്, നമ്മളുടെ വരുമാനം നമ്മളുടെ സുരക്ഷിതത്വരായി നമ്മൾ ക്രമീകരിക്കണം. മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ പരിമിതിയിൽ നിന്ന് പഠിപ്പിക്കുകയും ബാക്കി തുകയും അല്ലെങ്കിൽ ബാക്കി നാം സമ്പാദിക്കുന്നതൊക്കെ
നാളെ നാം വാർദ്ധക്യമാവുകയും അവശതയാവുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ ഒതുങ്ങുന്ന തരത്തിലേക്ക് നാം സൂക്ഷിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നാം മക്കൾക്ക് വേണ്ടി ജീവിച്ച് ജീവിതം നഷ്ടപ്പെടുത്തുന്നു. പലപ്പോഴും ജീവിതം എന്താണെന്ന് അറിയാതെ വരുന്നു, ജീവിതത്തെക്കുറിച്ച് മനസ്സിലാകാതെ പോകുന്നു. ജീവിതത്തിൻ്റെ ആസ്വാദ്യമായ നിമിഷങ്ങളൊന്നും ആസ്വദിക്കാതെ മക്കൾക്ക് വേണ്ടി മരുമക്കൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ച് കളയുന്ന നിമിഷങ്ങൾ നമുക്ക് ഒരിക്കലും തിരികെ കിട്ടുന്നില്ല. അവരവരുടെ ജീവിതം ആസ്വദിക്കും, പക്ഷേ നമുക്ക് അതിന് കഴിയാതെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജീവിതം കുറച്ചെങ്കിലും ആസ്വദിക്കാൻ നാം സമയം കണ്ടെത്തണം. നമ്മളുടെ ജീവിതത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കുകയും വേണം. വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പിതാക്കന്മാരുണ്ട്. അവരൊക്കെ അവിടെ പോയി ജോലി ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞ് വാർദ്ധക്യമാകുമ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വരുമ്പോൾ വൃദ്ധയായ തൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഏറെ സങ്കടത്തോടെ അവർക്കൊന്ന് പരസ്പരം സ്നേഹിക്കാൻ പോലും കഴിയാതെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒടുവിൽ ആ വാർദ്ധക്യത്തിൽ അവർ രണ്ടുപേരും ഒറ്റപ്പെട്ടു പോകുന്ന ഏതെങ്കിലും അഗതി മന്ദിരത്തിൻ്റെ മൂലയിലേക്ക് ഒതുങ്ങിപ്പോകുന്ന സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞൊരു നിയമമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഭൂസ്വത്ത് സ്വന്തം പേരിലുണ്ടെങ്കിൽ ആ ഭൂസ്വത്ത് നമുക്ക് സറണ്ടർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇന്ന് റവന്യൂ ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ കളക്ടർ ഇവരൊക്കെയാണ് ഇതിൻ്റെ ചുമതലക്കാർ. അവരുടെ മുമ്പിൽ ഒരു ട്രിബ്യൂണൽ തന്നെയുണ്ട് ഇതിനു വേണ്ടി. അപ്പോൾ അവിടെ നമ്മൾ പറയണം, നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കണം. എനിക്ക് ഇത്ര മക്കളുണ്ട്, അവരെ ഞാൻ ഇത്രയും കാലം വളർത്തി വലുതാക്കി അവരെ പഠിപ്പിച്ചു, ജോലിയൊക്കെ നേടി, പക്ഷെ അവരെന്നെ ഒന്നും സംരക്ഷിക്കുന്നില്ല. എൻ്റെ പേരിൽ ഇത്ര ഭൂസ്വത്തുണ്ട്, ആ ഭൂസ്വത്ത് സറണ്ടർ ചെയ്തുകൊണ്ട് എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ, ഇപ്പം നമ്മളുടെ SBI പോലുള്ള ബാങ്കുകളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ അംഗീകൃതമായ, അതായത് നാഷണൽ ബാങ്കുകൾ, നാഷണലൈസ്ഡ് ആയിട്ട് അംഗീകൃതമുള്ള ബാങ്കുകളുണ്ട്. ഓരോ ലൊക്കേഷനിലും ഓരോ ബാങ്കുകൾക്കാണ് അംഗീകാരമുള്ളത്. ആ ബാങ്കുകൾ ഇത് പണയമായി സ്വീകരിച്ചിട്ട് ഇവരുടെ മാസമുള്ള ചെലവിനുള്ള തുക കൃത്യമായി ബാങ്കുകൾ കൊടുക്കുന്ന സംവിധാനം ഉണ്ട് നിലവിൽ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യണം. ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. എൻ്റെ മക്കൾ, എൻ്റെ മകൻ, എൻ്റെ മോൾ എന്നൊക്കെ ഓർത്ത് ദുഃഖിച്ച് സങ്കടപ്പെട്ടും പട്ടിണി കിടന്നും ഒക്കെ നമ്മൾ ഇത് ചെയ്തു വെച്ചിട്ട് നമ്മളിതെല്ലാം കാത്തു വെച്ചിട്ട് ഒടുവിൽ അവർ നമ്മളെ കുഴിയിലേക്ക് എടുത്ത് കളയുന്നൊരവസ്ഥ കാണുമ്പോൾ വിഷമം ഉണ്ടാകുന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. നാളെ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ചുറ്റും ഒരുപാട് അമ്മമാരും അച്ഛന്മാരും എനിക്കൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവരൊക്കെ അനുഭവിച്ച വേദനകൾ, അവരൊക്കെ അവരുടെ നൊമ്പരങ്ങൾ എന്നോട് പറയുമ്പോൾ, എനിക്ക് കാണുമ്പോൾ കേൾക്കുമ്പോൾ നൊമ്പരം എനിക്കും ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ സറണ്ടർ ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നീട് മക്കൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ അച്ഛനും അമ്മയും എത്ര രൂപയാണോ ബാങ്കിൽ നിന്ന് കടമായി എടുത്തേക്കുന്നത് ആ തുക തിരിച്ചടച്ചാൽ അവർക്ക് അവരുടെ പ്രോപ്പർട്ടി, അതായത് അവരാണ് അവകാശികൾ എന്ന് തെളിയിക്കുന്ന രേഖകൾക്കൊപ്പം ആ പണം തിരിച്ചടക്കുകയും കൂടെ ചെയ്താൽ ആ പ്രോപ്പർട്ടി അവർക്ക് കിട്ടും. ഈ തുക നേരിട്ട് നിങ്ങൾക്ക് തരാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇവരിത് ചെയ്യേണ്ടി വരില്ലല്ലോ. അപ്പം ജീവിക്കാൻ മാർഗമില്ലാതെ പോകുന്ന അവസ്ഥയിൽ അമ്മമാരും അച്ഛന്മാരും ഇനിയെങ്കിലും ഇങ്ങനെ ചിന്തിക്കണം. ഇനി അതല്ല, നമ്മൾ ഇപ്പോൾ ചെറുപ്പക്കാരായിട്ട് സന്തോഷമായി ജീവിക്കുന്ന നിങ്ങൾ ഓർക്കുക, നാളെ നിങ്ങളെ കരുതാൻ മറ്റൊരാളുണ്ടാവില്ല. ആ സാഹചര്യത്തിൽ മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി നിൽക്കാൻ അവസരം ഉണ്ടാക്കാതെ നിങ്ങളുടെ വരുമാനവും സമ്പത്തും നിങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കുക. മക്കളെന്ന വലിയ വിശ്വാസത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും പിന്നാലെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങളുടെ ഒടുവിൽ തെരുവിലെ ഇറങ്ങി ഒരു നേരത്തെ ആഹാരത്തിനായി കൈനീട്ടേണ്ട അവസ്ഥയുണ്ടാകും. ദയവായി ഇത് മനസ്സിലാക്കുക.